ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളിന്നൊരു കിടിലൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കിടിലൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി വീഡിയോ തന്നെ. അപ്പം നിങ്ങൾ പലരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല വീഡിയോസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പലരും ഇന്നേ വരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതൊന്നും. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കിടക്കാം. ഓക്കെ, ഇതെന്ത് കട? ഇതെന്തുവാടാ? ഹെയർ ഓംപ്ലേറ്റോ? ബ്രെഡ് ഓംപ്ലേറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡബിൾ ഓംപ്ലേറ്റ് കേട്ടിട്ടുണ്ട്, അങ്ങനെ പല ആംപ്ലേറ്റുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്തോന്ന് ഹെയർ ഓംപ്ലേറ്റാ? എന്തായാലും നമുക്ക് ബാക്കി കണ്ടു നോക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെന്താ ഇടുന്നത്? സവോള ഇടുന്നില്ലേ? സവോള ഇട്ട് നോക്കിയേ. ഇത് ആംപ്ലേറ്റ് അടിക്കുകയല്ലേ? ആംപ്ലേറ്റ് അടിക്കുന്ന ചട്ടിയില്ലാഞ്ഞിട്ട് തലയിൽ ആംപ്ലേറ്റ് അടിക്കാൻ തോന്നിയോ നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെ അല്ല, ഇതൊരു ഹെയർ കട്ടിംഗ് ആണ് ഗൈസ്. ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് കണ്ടത്, അത് വേറെ കാര്യം. അപ്പോൾ തലയിൽ അത് വെച്ചിട്ട് എന്താ സംഭവം എന്നറിയില്ല, ഒരു ചട്ടി പോലെ സൈഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തായാലും പൊളിയായിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മാതിരി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. താടിയാണോ? താടിക്ക് മുട്ട തന്നെയാണ്. ഇതെന്തുവാടാ? ഐഷ്, എൻ്റെ പൊന്നെ. ഓ ഓ ഓ ഓ എങ്ങനെ ഇരുന്ന് താടിയാ നോക്കിയ ആദ്യം? എൻ്റെ മോനെ, അപ്പോൾ മുട്ടയ്ക്ക് ഇത്രയും പവർ ഉണ്ടല്ലേ? അതല്ല കേട്ടോ സംഭവം, നിങ്ങൾക്ക് മനസ്സിലായിട്ടല്ലോ അല്ലേ? അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാനിത് കാണിച്ചു തന്നിട്ട് എല്ലാവരും വീട്ടിൽ പോയിട്ട് മുട്ട എടുത്ത് പൊട്ടിച്ച് തലയിൽ തേക്കാനും താടിമ തേക്കാനും നിൽക്കണ്ട, വീട്ടിൽ നിന്ന് അടിയുള്ളൂ. പിന്നെ അഷ്കട്ടൊക്കെ കാണിച്ചു തന്നാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്. ഓക്കെ, നമുക്ക് അടുത്ത് കാണാം. യെസ്, ക്യൂട്ട് ബെബി. ഇതെന്താടാ? ഓ ഓ എൻ്റെ മേന, ഇതൊക്കെ എന്താ സാധനം? വേറെ ലെവൽ ഹെയർ കട്ടിങ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ടൈറ്റിൽ കണ്ടില്ലേ? അത് തന്നെ സംഭവം. അപ്പോൾ നെക്സ്റ്റ് ഇത് ഞാൻ എവിടെ? ഇത് ഏത് വീടിൻ്റെ പ്ലാനാ? ഇത് ഏത് വീടിൻ്റെ പ്ലാനാ? പേപ്പറിലാഞ്ഞിട്ട് തലയിൽ വരച്ചാൻ തോന്നുന്നു. എന്തോന്നിട ഇതൊക്കെ? ഇതൊക്കെ ഏത് നാട്ടിലിട ഇതൊക്കെ? ഇതൊക്കെ പോയടേ, പണ്ടെങ്ങാണ്ട് പോയി. ഇതൊക്കെ കാലം കുറേ ആയി മാൻ, ഇതൊക്കെ ഔട്ടായിട്ട്. ഗൈസ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു 2 വര, ഇവിടെ ഒരു 2 വര ഇട്ട് വരുമായിരുന്നു. അന്നൊക്കെ അത് വലിയ സംഭവമാണല്ലോ. ഇന്നാണെങ്കിലാണ് ചിലപ്പം കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടാവുക. എന്തായാലും നമുക്ക് അടുത്ത ആളെ നോക്കാം. ഇതെന്തുവാടാ? ഓ, മുടി വെട്ടുന്നതൊക്കെ ഇപ്പോൾ മെഴുകുതിരി കൊണ്ടാണോ? കത്രികൊന്നും ഇല്ലേ ഇവരെ നാട്ടിൽ? ഇതൊക്കെ എന്താ? ഇതെന്തോന്നടാ ഇതൊക്കെ? വാവ്, നൈസ്. എന്തായാലും കൊള്ളാം. ഇതേപോലെ തീ കൊണ്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓ ഓ എൻ്റെ മോനെ, പെട്ടെന്ന് ആക്കുന്നുണ്ട്. ചിലപ്പം കത്തിപ്പോയാൽ അവൻ സമാധാനം പറയേണ്ടി വരും. ഓ, ഇതിന് വേണ്ടിയിട്ടാണോ അത്രയും നേരം കിടന്ന് തീയിട്ടത്? നമുക്ക് അടുത്ത എന്തുണ്ടോ നോക്കാം. വേറെ ലെവൽ തീയിടുന്നത്. വോ, ഇതെന്താടത്? എടാ, ഇങ്ങനെയൊക്കെ കത്തിച്ച അവൻ്റെ തല അവിടെ ഉണ്ടാവടേ. ഇതാരത്? ഇത് പെണ്ണാണോ ആണാണോ? എല്ലാവരും കൊള്ളാലോ. മുടി വെട്ടുന്നവനും മുടി വെട്ടി കൊടുക്കുന്നവനൊക്കെ കൊള്ളാം, ഉഷാറായിട്ടുണ്ട്. ഈ മുടി വെട്ടി കൊടുക്കുന്നവൻ്റെ മുടി ഉണ്ടോ നിങ്ങൾ? എൻ്റെ മോനെ, എന്തായാലും കൊള്ളാം കേട്ടോ, കൊള്ളാം. ഇതെന്താ? ഓ, സ്പ്രേ അടിക്കുന്നതല്ലേ മുടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ, എൻ്റെ മോനെ. അവനാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ സ്പ്രേ അടിച്ച് കൊടുക്കുന്നുണ്ട്. ആ സംഭവം സ്പ്രേ അടിക്കുന്ന മുടി ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കൂടുതലാളും കുളിക്കാതൊക്കെ പോയിട്ടാണ് മുടി വെട്ടുക. അപ്പോൾ മുടി വെട്ടി കഴിഞ്ഞിട്ട് എന്തായാലും കുളിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ മുടി ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രേ അടിക്കുന്നത്. എന്തായാലും കൊള്ളാം. നമുക്ക് വേറെ ലെവൽ സംഭവങ്ങളുണ്ടോ നോക്കാം. ഒരാൾ കണ്ണടൊക്കെ വെച്ചിട്ട്, ഇതെന്താ ക്ലിയർ അല്ലാത്ത ഫോട്ടോ? ഒന്ന് സൂമൗട്ട് ചെയ്തോക്കട്ടെ. ഓ, എൻ്റെ മോനെ, ഇതൊക്കെ എന്താടാ? എന്തായാലും ഇതൊരു നേക്ക് പരിപാടിയാണ്. മുടി ഇങ്ങനെ വെട്ടിപ്പോയാൽ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങാൻ പറ്റും, ടീച്ചേഴ്സ് ഒന്നും പിടിക്കത്തില്ല. പിന്നെ അങ്ങാടിക്ക് ഇറങ്ങണമെന്ന് പുതിയുള്ള ആളുകൾ ആരും പോയി ട്രൈ ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യമാണ്. നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ഇതെന്താടാ? പിന്നെ ഗൈസ്, മെല്ലെ ചിരിച്ചാൽ മതി. ചിരിച്ച എവിടെയെങ്കിലും പോയി തലയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, ധാരാളം ഇവൻ്റെ തലയിൽ കൂടെ റോഡ് വെട്ടി കൊടുത്ത്
ഇതൊക്കെ ഏത് നാട്ടിലുള്ള ആളാണാവോ? എന്തായാലും ഇന്ത്യയിലാണെന്ന് മനസ്സിലായി, ഉറപ്പായിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഗൈസ് ഇത് കണ്ടോ, ഒരു പെണ്ണുപിള്ള മുടിയൊക്കെ കൂടി കൂട്ടി വെച്ച് ഹെലികോപ്റ്റർ ഉണ്ടാക്കി വെച്ചാൽ തലേല്. ഇവർക്ക് പിന്നെ എന്തും ചെയ്യാം, പെൺപിള്ളേർക്ക് തന്നെ ഒന്നും ചെയ്യാമല്ലോ, കുറേ മുടി ഉണ്ടാവുമല്ലോ. ആൺപിള്ളേർക്കാണല്ലോ മുടി ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാട്, അവർക്ക് അങ്ങനെ കുറേ മുടി ഉണ്ടാവും. അതുകൊണ്ട് ഹെലികോപ്റ്ററല്ലേ അവർക്ക് വിമാനം വേണമെങ്കിൽ തലയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റൂ. അങ്ങനെയല്ലേ ഗൈസ്? ആണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ട്രെയിനൊക്കെ ഉണ്ടാക്കി വെക്കാം തലയിൽ. നെക്സ്റ്റ് ഇവനെന്താ, അവനെ മുടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇത് എന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്തായാലും മുടി കുറച്ചതാ. ഇപ്പോൾ കണ്ടില്ല എൻ്റെ മുടി, നിങ്ങൾ മുമ്പിൽ അല്ലേ കാണുന്നുള്ളൂ, ബാക്കിൽ മുടി ഉണ്ടോ? ഇല്ല, നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും വെറുതെ മുടി ബാക്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അതും കൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അതും ആ ഭാരം കൂടി തലയിൽ പേറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ബാക്കിലുള്ള മുടി എടുത്ത് കളഞ്ഞത്. അല്ലാതെ ഇവനൊക്കെ എന്നാ പറയാനാ ഗൈസ്? ഇതെന്തുവാടത്? ഓ, എട്ടുകാലിയോ? എട്ടുകാലിൻ്റെ തലയിൽ എൻ്റെ മോനെ, ഇവരൊക്കെ കൊള്ളാലോ. എട്ടുകാലിയുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, അങ്ങനത്തെ പല ജീവികളും തലയിലുണ്ട്. ഇനി എന്താ ഉള്ളത് നോക്കട്ടെ. ഇതെന്തോടാ ഇത് തലയില്? ഇത് ഏത് ജീവിയത്? ഇങ്ങനെയും പല സാധനങ്ങൾ ഉണ്ടല്ലേ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുക? ഇവനെന്തായാലും റോഡിലൂടെ ഇറങ്ങി വന്നാൽ ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു ഇവൻ്റെ തലയിൽ ഈ സാധനം കിടക്കുന്നത് കണ്ടിട്ട്. എന്തോ ഒരു സംഭവം കണ്ടില്ല നിങ്ങൾ? റെഡിക്ക് എന്തോ ഒരു ജീവി ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ട്. വേറെ എന്തിനാ കണ്ടില്ല നിങ്ങൾ? ഇതെന്താ തലയിൽ എന്താ എന്തോ ഒരു ബക്കറ്റ് കണ്ട് കമത്തി വെച്ച പോലെ ഉണ്ട്. പെൺപിള്ളേർക്ക് എന്തോ ആവാം, അവർക്ക് കുറേ മുടി ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. യോ എൻ്റെ മോനെ, എന്തൊക്കെ സാധനമല്ലേ ഈ മുടി കൊണ്ട് ഉണ്ടാക്കുന്നേ ഗൈസ്? നിങ്ങൾ പറ, നിങ്ങൾ ഇതേപോലെ എവിടെയെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്തായാലും ഇന്ത്യയിലല്ല, പൈനാപ്പിൾ വരെ ഇവന്മാർ തലയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറൊന്നത്, ഇത് ഇന്ത്യയിലാണ്, അത് കണ്ടാൽ അറിയാം നമുക്ക്. പക്ഷെ തൊട്ട് മുമ്പ് കണ്ടതിന് അത്ര രസമില്ല, അതാണ് പ്രശ്നം. എന്തായാലും കൊള്ളാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ് ഈ മോഡൽ ഹെയർ കട്ടിംഗ് ഒക്കെ? നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.